റഷ്യയിൽ ഒരു ജയിലുണ്ട്. ഇത് വെറും ഒരു സാധാരണ ജയിലല്ല. സീരിയൽ കില്ലർമാർ പോലും ഞങ്ങളെ കൊന്നു കളഞ്ഞോളൂ, പക്ഷേ ഈ ജയിലിൽ മാത്രം ഇടല്ലേ എന്ന് കരഞ്ഞു പറയുന്ന ജയിലാണ് ഇത്. കാരണം മരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജീവൻ പോകും. എന്നാൽ ഈ ജയിലിലെ നിയമങ്ങളും ശിക്ഷകളും ആ കൊലപാതകങ്ങൾക്ക് ദിവസവും മരിക്കുന്ന വേദനയാണ് നൽകുന്നത്. സീരിയൽ കില്ലർമാരെ പോലും പേടിപ്പിക്കുന്ന ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്നും അവരവിടെ എന്താണ് ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പതിവ് പോലെ ഈ വീഡിയോയും വളരെ രസകരമായിരിക്കും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ബട്ടൺ അമർത്തുക. ലോകത്തിലെ ഏറ്റവും ക്രൂരരായ കുറ്റവാളികൾ പോലും ഇവിടെ കഴിയുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് കരുതുന്ന ജയിലാണ് റഷ്യയിലെ പോളാർ ഔൾ പ്രിസൺ. ഇതിന് പീനൽ കോളനി 18 എന്നും പേരുണ്ട്. ഇത് റഷ്യയിലെ കാർപ്പ് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആർട്ടിക് സർക്കിളിലെ വിജനമായ ഒരു പ്രദേശമാണിത്. മോസ്കോയിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെയാണിത്. ഈ ജയിലിലേക്ക് പോകാൻ ട്രെയിനിലും ബസ്സിലുമായി ഏകദേശം 2 ദിവസം എടുക്കും. തടവുകാരെ അവിടെ എത്തിച്ചാൽ ഉടൻ തന്നെ ഒരു പ്രത്യേക മുറിയിൽ അടയ്ക്കും. ഇത് ആർട്ടിക് പ്രദേശമായതുകൊണ്ട് കാലാവസ്ഥ വളരെ മോശമായിരിക്കും. അതായത് താപനില -50°C വരെ താഴാറുണ്ട്. മഞ്ഞു പ്രദേശങ്ങളിൽ കാണുന്ന പോളാർ ബിയറിനെ പോലും ഇവിടെ കാണാൻ കഴിയില്ല. അപ്പോൾ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ എത്രത്തോളം കഠിനമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഈ കാലാവസ്ഥയിൽ തടവുകാരുടെ മേൽ ഐസ് വെള്ളം ഒഴിച്ച് ശിക്ഷിക്കാറുണ്ട്. ഈ ജയിലിലുള്ളവരെല്ലാം കുറഞ്ഞത് 10 കൊലപാതകങ്ങളെങ്കിലും ചെയ്ത് അതിക്രൂരമായ സീരിയൽ കില്ലർമാരാണ്. അതിൽ തന്നെ ഏറ്റവും മോശക്കാരനായ തടവുകാരനാണ് അലക്സാണ്ടർ പിച്ചോഷ്കിൻ. ഇവൻ ആകെ 61 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. 1992 തന്റെ 18ാം വയസ്സിലാണ് ഇവൻ ആദ്യത്തെ കൊലപാതകം ചെയ്യുന്നത്. ആ പ്രായത്തിൽ ആദ്യ കൊലപാതകം ചെയ്യുമ്പോൾ തന്നെ ഇവന് വലിയ ആവേശം തോന്നിയിരുന്നു. പിന്നീട് കൊലപാതകം ചെയ്യുന്നത് അവന് ഇഷ്ടമായി മാറുകയും ഓരോരുത്തരെയായി വേട്ടയാടാൻ തുടങ്ങുകയും ചെയ്തു. ഇതൊരു ലഹരി പോലെ അവന് മാറി. ഒറ്റയ്ക്ക് കഴിയുന്ന ആളുകളെയായിരുന്നു അവൻ ലക്ഷ്യം വെച്ചിരുന്നത്. ആദ്യം അവരോട് നന്നായി സംസാരിക്കുകയും സഹായിക്കുകയും ചെയ്ത് വിശ്വാസം നേടിയെടുക്കുകയും അതിനുശേഷം അവരെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊല്ലുകയും ചെയ്യും. ഇങ്ങനെയാണ് 61 കൊലപാതകങ്ങളും ചെയ്തത്. ആരും ചോദിക്കാനില്ലാത്തവരെ നോക്കി കൊന്നതുകൊണ്ട് ആരും കേസും കൊടുത്തിരുന്നില്ല. ഇത് അവന് കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്യാൻ സഹായകമായി. ഇവനെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് പാവപ്പെട്ട മനുഷ്യരെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ നൽകിയ മറുപടി എന്താണെന്നോ? ഇവരെ കൊല്ലുന്നത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം നൽകി. അത് വലിയൊരു ആവേശമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും കൊന്നത് എന്നാണ് അവൻ മറുപടി പറഞ്ഞത്. അതുമാത്രമല്ല, അവൻ ചെയ്ത കൊലപാതകങ്ങൾ വെച്ച് ഒരു ചെസ്സ് കളി തന്നെ കളിച്ചിരുന്നു. അതായത് ചെസ് ബോർഡിൽ 64 കള്ളികളുണ്ടല്ലോ, അതിൽ ഓരോരുത്തരെ കൊല്ലുമ്പോഴും ഓരോ കള്ളികൾ വീതം അവൻ പൂരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആ ചെസ് ബോർഡിൽ അവൻ ചെയ്ത 61 കൊലപാതകങ്ങളും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവനെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ആ ചെസ്സ് കളി പൂർത്തിയാക്കാൻ ഇനിയും 3 പേരെ കൂടി കൊല്ലാൻ അവൻ തയ്യാറാവുമായിരുന്നു. അവസാനമായി മരിയ എന്ന പെൺകുട്ടിയെ കൊന്നപ്പോൾ ലഭിച്ച തെളിവുകൾ വെച്ചാണ് 2006 ഇവനെ പിടികൂടുന്നത്. 2007 ഇവനെ ഈ പോളാർ ഔൾ ജയിലിൽ അടച്ചു. ഇവിടെ എത്തിയപ്പോൾ എന്നെ കൊന്നുകളയും, ഇവരുടെ ക്രൂരത എനിക്ക് താങ്ങാൻ കഴിയില്ല എന്നിവൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ആ മനസാക്ഷിയില്ലാത്ത കൊലപാതകയെ പോലും വിറപ്പിച്ചു കളഞ്ഞ ഒരു ജയിലാണ് ഇത്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ മുറികളാണ്. 3 ലെയർ സുരക്ഷയുള്ള ആ മുറിക്കുള്ളിൽ ഒരേ ഒരു കട്ടിൽ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ രാത്രി 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുന്നത് വരെ അവിടെ ഇരിക്കാനോ കിടക്കാനോ അനുവാദമില്ല. ദിവസം മുഴുവൻ നിന്നേ മതിയാകും, നടക്കാനും പാടില്ല. എന്നാൽ ദിവസവും 1.5 മണിക്കൂർ അവരെ നടത്താറുണ്ട്. പക്ഷേ അതും മറ്റൊരു ക്രൂരമായ ശിക്ഷയാണ്. അതായത് ജയിലിന് പുറത്തുള്ള മുകൾ ഭാഗം അല്പം തുറന്ന ഒരു സെല്ലിലൂടെയാണ് ഇവരെ നടത്തുന്നത്. പുറത്തെ -50° തണുപ്പിൽ വിറച്ചുകൊണ്ട് വേണം ഇവർ നടക്കാൻ. എനിക്ക് നടക്കാൻ വയ്യ എന്ന് പറയാനും പാടില്ല. ഒരുപക്ഷെ വയ്യ എന്ന് പറഞ്ഞാൽ അവർക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് നൽകും. ആ തണുപ്പിൽ വെള്ളം കൂടി ഒഴിച്ചാൽ അവരുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ ക്രൂരമായി പീഡിപ്പിക്കുമെങ്കിലും ആഴ്ചയിൽ 1 ദിവസം മാത്രം അവർക്കൊരു സിനിമ കാണിച്ചു കൊടുക്കും. ഇത്രയും ക്രൂരതകൾ സഹിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാകുമെന്ന് വിചാരിച്ചാൽ പോലും അതിന് യാതൊരു വഴിയുമില്ല. കാരണം കാവൽക്കാരെ വെട്ടിച്ച് രക്ഷപ്പെട്ടാൽ പോലും അവിടുത്തെ വേട്ടനായ്ക്കളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു ചെറിയ കമാൻഡ് കിട്ടിയാൽ മതി, തടവുകാരെ ആ നായ്ക്കൾ കടിച്ചു കീറും. ഇതെല്ലാം മറികടന്ന് 2011 അലക്സാണ്ടർ എന്നൊരു തടവുകാരൻ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. വെറും ഒരു വേലി ചാടാൻ മാത്രമേ അദ്ദേഹം ശ്രമിച്ചുള്ളൂ. അതിന് തന്നെ ആ വേട്ടനായ്ക്കൾ അദ്ദേഹത്തെ കടിച്ചു കീറി. കാവൽക്കാർ അദ്ദേഹത്തെ പിടികൂടി കൂടുതൽ പീഡിപ്പിക്കാൻ തുടങ്ങി. 1 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം ആർക്കും ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ചിന്ത പോലും വന്നിട്ടില്ല. കാരണം ഈ തണുപ്പിൽ ഈ ശിക്ഷകൾ അനുഭവിച്ചു തന്നെ മരിക്കണമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഈ ജയിലിന്റെ പേര് കേട്ടാൽ തന്നെ പല തടവുകാരും പേടിക്കുന്നത്. ആകെ തുകയിൽ ഈ ജയിലിനുള്ളിൽ പോയവർ പുറം ലോകം കാണാൻ യാതൊരു സാധ്യതയുമില്ല. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.